ഈ വൈകുന്നേര സമയമാകട്ടെ ഇങ്ങനെ മൂന്നാമത്തെ തവണ പ്രിയ ഈ സൂസൻ ആന്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്ന പ്രാർത്ഥനാ സംഗമത്തിൽ കർത്താവിന്റെ വചനവുമായി വരുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 തവണകളിലും കർത്താവിന്റെ വചനം പറയുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം. പിന്നെയും ഈ 3-ാം തവണയും നിങ്ങളോടുകൂടി ആയിരിക്കാൻ സഹായിക്കുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ ദാസിയും മകളും ആരാധന ലീഡ് ചെയ്യാനിടയായല്ലോ. അതിനു മുമ്പായി അനേകം വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണിച്ച് പ്രാർത്ഥിക്കുവാൻ ഇവിടെയുള്ള എല്ലാ സഹോദരിമാരെയും പ്രിയ സൂസൻ ആന്റിയുടെ നേതൃത്വത്തിൽ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനകളൊന്നും വ്യർത്ഥമായി പോകത്തില്ല. കർത്താവിന്റെ സന്നിധിയിൽ നാം ഒഴിക്കുന്ന കണ്ണുനീരൊന്നും വൃഥാവായി പോകത്തില്ല. അതിനെല്ലാം തക്ക സമയത്ത്, ദൈവത്തിന്റെ സമയത്ത് അതിൻ്റെതായ പ്രതിഫലം ദൈവം തരും. ആരും നിരാശപ്പെട്ടു പോകുവാൻ നമ്മുടെ പിതാവ് സമ്മതിക്കത്തില്ല. ഒരുപക്ഷെ നാം ചിന്തിക്കുന്ന സമയങ്ങളിൽ, നനയ്ക്കുന്ന നേരങ്ങളിൽ നാം ഉദ്ദേശിക്കുന്ന പോലെ ഒരുപക്ഷെ കാര്യങ്ങൾ നടന്നില്ലെന്ന് വരാം. എന്നാൽ അത് ദൈവത്തിന്റെ തക്ക സമയമായിട്ടില്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, കേരളക്കരയാകെ വളരെ വേദനയോടെ, പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ നടന്ന അനർത്ഥങ്ങളെ കുറിച്ച് വിലപിക്കുന്ന മണിക്കൂറുകളാണ്. മരണസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ നമുക്ക് വളരെ വളരെ ആശങ്കയും അതുപോലെ ഹൃദയഭേദകമായ കാഴ്ചകളും വിവരണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അത് നമ്മളെ ഒത്തിരി വേദനിപ്പിക്കുന്നു. എങ്കിലും ദൈവമക്കളായ നമുക്ക് ഒരു കാര്യം ഉറപ്പോടെ പറയാം, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. കർത്താവ് സകലം അറിയുന്നു. സകലത്തിന്മേലും നിയന്ത്രണം നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതാണ്. അപ്പൊ പ്രകൃതിയുടെ മേലും അവൻ ശക്തനാണ്, നിയന്ത്രണത്തിന് ശക്തനായ ദൈവമാണ്. നമുക്ക് ഒരേ ഒരു കാര്യമേ ചെയ്യാൻ കഴിയുള്ളൂ. ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം, അവരെ ഓർത്ത് കണ്ണുനീരൊഴുക്കാം. ദേശത്തെയും ദൈവമക്കളെയും എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളുമായി ദൈവവചനം സംസാരിക്കാനായി കർത്താവ് എനിക്ക് തന്ന നിയോഗം എന്നുള്ളത്, ഒരുപക്ഷെ കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളും ഞാൻ ദൈവവചനം സംസാരിച്ച നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ദൈവാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന വിഷയം, പലപ്പോഴും നാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് കൊണ്ടാകാം, വിഷയങ്ങൾ കേൾക്കുന്നത് കൊണ്ടാകാം, പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, കർത്താവേ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മാനുഷികമായ നിലയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചോദ്യങ്ങളായി വായുകൊണ്ട് ചോദിച്ചില്ലെങ്കിലും നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്, കർത്താവെ അങ്ങിത് കാണുന്നില്ലയോ? അങ്ങ് അറിയാതെയാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലും സഭാ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ നമ്മൾ അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നാം ചോദിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ദൈവാത്മാവ് ഇന്ന് നമ്മളോട് പറയുന്നത്, റോമാലേഖനം 8:28 വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ വാക്യശകലത്തെ ആസ്പദമാക്കി സകലവും നന്മയ്ക്കായി, സകലവും നന്മയ്ക്കായി, പലപ്പോഴും നമുക്കത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുക എന്നുള്ളത്. സകലവും ദൈവം നന്മയ്ക്കായി ചെയ്യുന്നു. ഇത്ര വേദനാകരമായ അനുഭവത്തിൽ എന്ത് നന്മയാണ് ഞാൻ കാണേണ്ടതെന്ന് ഒരുപക്ഷെ നാം ചിന്തിച്ചു പോയേക്കാം. എന്നാൽ ദൈവാത്മാവ് പറയുന്നത് സകലവും ദൈവം നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. അതിനകത്ത് ഈ ലെവലേശം സംശയത്തിന്റെ ആവശ്യമില്ല. ഇന്ന് ഒരു ചെറിയ കഥ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ എൻ്റെ വചന ചിന്തയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചൈനയിൽ ഒരു കർഷകൻ ജീവിച്ചിരുന്നു. ആ കർഷകന് ഒരു കുതിരയുണ്ടായിരുന്നു. ഒരു കുതിരയെ വളർത്തിക്കൊണ്ടിരുന്നു. ഓൾ ഓഫ് എ സഡൻ ഭക്ഷണത്തിനൊക്കെ സമയമായി, കുതിര വരേണ്ട സമയമായപ്പോൾ കുതിരയെ കാണാനില്ല, എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അയൽവാസികൾ എല്ലാവരും കൂടെ ഈ വ്യക്തിയോട്, കർഷകനോട് ഇങ്ങനെ വളരെ സഹതാപത്തോടെ പറഞ്ഞു, അയ്യോ നിർഭാഗ്യകരമായി പോയല്ലോ, നിങ്ങൾ ഇത്ര സ്നേഹത്തോടെ വളർത്തിയിരുന്ന കുതിര നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കർഷകൻ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, അതെങ്ങനെ നിങ്ങൾക്കറിയാം? നിർഭാഗ്യമായി പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർഷകൻ അവരോട് മറുപടി ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾക്കറിയാം അത് നിർഭാഗ്യമാണെന്ന്? അതെങ്ങനെ നിങ്ങൾക്കറിയാം എന്ന് ചോദിച്ചു. 2ാമത്തെ ദിവസം ഭക്ഷണത്തിന്റെ സമയമായപ്പോൾ ഈ കുതിര തന്നെ വേറെ 12 കാട്ടുകുതിരകളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കയറി വന്നു, ഓടി ഈ കർഷകന്റെ വീട്ടിലേക്ക് വന്നു. ഇത് കണ്ട അതേ അയൽവാസികൾ ഇങ്ങനെ പറഞ്ഞു, ഓ
എത്ര ലെക്കായി പോയി, ഭാഗ്യമായി പോയല്ലോ, 13 കുതിരകളെ കർഷകന് ലഭിച്ചു എന്ന് പറഞ്ഞു. ഈ കർഷകൻ തന്നെ ചിരിക്കുന്ന മുഖത്തോടെ ചോദിച്ചു, ഇതുപോലെ തന്നെ പറഞ്ഞു, അതെങ്ങനെ നിങ്ങൾക്കറിയാം എന്ന് ചോദിച്ചു. അതിനുശേഷമായിട്ട് ഈ കർഷകന്റെ മകൻ ഒരു ദിവസം ഈ കൊണ്ടുവന്ന കാട്ടുകുതിരകളെ ടാം ചെയ്യാൻ വേണ്ടി, നമ്മൾ പറയല്ലോ മരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എങ്ങനെയോ കുതിരയുടെ മുകളിൽ നിന്ന് കർഷകന്റെ മകൻ മറിഞ്ഞു വീണു, കാല് ഒടിയുവാൻ ഇടയായി. ഒരു കാല്, വലത് കാല് ഒടിഞ്ഞു പോവാൻ, ഫ്രാക്ചർ ഉണ്ടാകാൻ ഇടയായി. അത് കണ്ട ഇതേ അയൽപക്കക്കാരിങ്ങനെ പറഞ്ഞു, അയ്യോ നിർഭാഗ്യകരമായി പോയല്ലോ, മകന്റെ കാലൊടിഞ്ഞു. അപ്പോഴും ഈ കർഷകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെങ്ങനെ നിങ്ങൾക്കറിയാം എന്ന് ചോദിച്ചു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് തന്നെ ഈ തങ്ങൾ ജീവിച്ചിരുന്ന, ഈ കർഷകനൊക്കെ താമസിച്ചിരുന്ന ആ രാജ്യത്ത് ഒരു യുദ്ധം ഉണ്ടാകുവാനിടയായി. യുദ്ധം ഉണ്ടാകാനിടയായപ്പോൾ യാതൊരു അംഗവൈകല്യവും ഇല്ലാത്ത ചെറുപ്പക്കാരായ സകലരും എവിടേക്ക് വരണം? യുദ്ധത്തിൽ, സൈന്യത്തിലേക്ക് കടന്നു വരണമെന്ന് രാജാവിന്റെ കൽപ്പനയുണ്ടായി. അപ്പോൾ മനസ്സിലായോ, ഈ മകന്റെ കാലൊടിഞ്ഞിരുന്നത് കൊണ്ട് ആ യുദ്ധത്തിന് പോകേണ്ടി വന്നില്ല, തന്റെ ജീവൻ നഷ്ടമായില്ല. ആ നടന്നതെല്ലാം നന്മയ്ക്കായിട്ടായിരുന്നു നടന്നത്. ആ കർഷകൻ ചോദിച്ചതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും, ആര് നമ്മളോട് സഹതാപം കാണിച്ചാലും, സഹതാപത്തിന്റെ വാക്കുകൾ പറഞ്ഞാലും ഇല്ലെങ്കിലും നമുക്ക് പറയാനുള്ളത്, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ടത്രേ, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് ഈ ഷെയർ ചെയ്ത ഈ ദൈവവചനം, ഈ വാക്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജീവിതത്തിലെ ഏത് കൈപ്പേറിയ അനുഭവത്തിലും ഒരു നന്മ മറഞ്ഞിരിപ്പുണ്ട് എന്നുള്ള സത്യത്തിലേക്കാണ് ഈ കഥ വിരൽ ചൂണ്ടുന്നത്. സുഖ ദുഃഖ സമ്മിശ്രമായ ഒരു ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും. നാം പലപ്പോഴും നിരാശപ്പെടാറുണ്ട്. നാം പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ അങ്ങ് ഇതൊന്നും കാണുന്നില്ലേ? എന്റെ കണ്ണുനീര് കാണുന്നില്ലേ? എന്തുകൊണ്ടാ കർത്താവേ എനിക്ക് മാത്രം ഈ കഷ്ടപ്പാട്? എന്തുകൊണ്ടാ എന്റെ കുഞ്ഞുങ്ങളും മാത്രം വലയുന്നത്? എന്തുകൊണ്ടാ അവർക്കൊരു ഗതിയും പരഗതിയും ഒന്നും കാണുന്നില്ലല്ലോ കർത്താവേ? ഞാൻ ആരെ ഉപദ്രവിക്കാൻ പോകാറില്ല, ആർക്കും ഒരു ദോഷം വരണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിക്കാറില്ല. എന്തുകൊണ്ടാണ് ദൈവമേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന് പലപ്പോഴും നാം അറിഞ്ഞോ അറിയാതെയോ ചോദിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത്, കർത്താവ് അറിയാതെ അല്ല നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിക്കുന്നത്. സകലവും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവമാണ്. ഇവിടെയാണ് റോമാലേഖനം 8:28 ആ വാക്യത്തിന്റെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കേണ്ടത്. നാം അറിഞ്ഞാലും ഇല്ലെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്നതാണ് പരമാർത്ഥം. ഇരമ്യ പ്രവാചകനെ ദൈവം ഈ പാഠം പഠിപ്പിക്കുവാനായിട്ട് കൊണ്ടുപോയത് ഒരു കുശവന്റെ വീട്ടിലേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ സുപരിചിതമായ ഒരു വേദഭാഗമായത്. പല പ്രാവശ്യം നിങ്ങൾ ഇതിൽ നിന്ന് ദൈവവചനം കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ദൈവാത്മാവിന് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് വ്യത്യസ്തമായിരിക്കാം. ഒരു പക്ഷേ ഇരമ്യാവിനെ ദൈവം പഠിപ്പിക്കേണ്ട ഒരു വസ്തുതയുണ്ടായിരുന്നു. എന്താണ് ആ വസ്തുത? ദൈവം സകലവും നന്മയ്ക്കായിട്ടാ ചെയ്യുന്നത് എന്ന ആ യാഥാർത്ഥ്യം ഇരമ്യാവിനെ പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഒരു കുശവന്റെ ഭവനത്തിലേക്കാണ് ഇരമ്യാവിനെ കൊണ്ടുപോയത്. യഹൂദയിലെ മാറി വന്ന 5 രാജാക്കന്മാരുടെ കാലത്താണ് ഇരമ്യാവ് ശുശ്രൂഷ ചെയ്തു പോകുന്നത്, ശുശ്രൂഷ നിർവഹിക്കുന്നത്. ചഞ്ചല ഹൃദയമുള്ള ഒരു ജനത്തിന്റെ മധ്യയാണ് പ്രവാചക ദൗത്യം ഈ ഇരമ്യാവ് ചെയ്യുന്നത്. ആത്മീയ താല്പര്യം നഷ്ടപ്പെട്ട ജനതകളിൽ നിന്നും ഏതാണ്ട് 40 വർഷത്തെ ശുശ്രൂഷ വേളയിൽ നിഷേധാത്മകമായ പ്രതികരണമാണ് മിക്കവാറും ഇരമ്യാവിന് ലഭിച്ചിരുന്നത്. ചില സാഹചര്യങ്ങളിൽ മാനസികമായി ഇരമ്യാവ് വളരെ ക്ഷീണിച്ചു. ഇരമ്യാവിന് യഹോവ പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ ദൈവം നൽകുന്നതൊക്കെ പല അധ്യായങ്ങളിലും നമുക്ക് കാണുവാനായി കഴിയും. ഒരിക്കൽ നിരാശനായ ഇരമ്യാവിനോട് പറയുക,
നീ നേരിടുന്ന പ്രശ്നം, നിന്റെ മാനസിക പ്രയാസത്തെയൊക്കെ ഒന്ന് മാറ്റുവാൻ ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി നീ പോകേണ്ടത് എവിടെയാണ്? ദൈവം തിരഞ്ഞെടുത്ത വേദി എന്ന് പറയുന്നത് ഒരു കുശവന്റെ ഭവനമായിരുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. യിരെമ്യാവ് 18-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം. അവിടെ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് കുശവന്റെ വീട്ടിലെത്തിയ ഈ യിരെമ്യാവ് അവിടെ കണ്ട സംഭവങ്ങളിൽ നിന്നും ചില യാഥാർത്ഥ്യങ്ങൾ ദൈവമക്കളായ നമുക്ക് ഗ്രഹിക്കാം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാകാം, പക്ഷെ ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞത് ഇതാണ്. അതുകൊണ്ട് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുക. ആർക്കും അവിടെ ചെന്നപ്പോൾ യിരെമ്യാവ് കാണുന്നത് ആർക്കും പ്രത്യേകിച്ച് പ്രയോജനപ്പെടില്ലെന്ന് കരുതിയിരുന്ന കുറെ കളിമണ്ണ് കുശവൻ അവന്റെ കരവിരുത് ആ കളിമണ്ണിൽ പ്രദർശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ആര് കാണുന്നത്? യിരെമ്യാവ് കാണുന്നത്. ഒടുവിൽ അതിനെ ചക്രത്തിലൂടെ കയറ്റി ആ പാത്രത്തിന് നല്ലൊരു രൂപമുള്ളതാക്കി ഭംഗിയുള്ളതാക്കി മാറ്റുക. ഇത് ദിനേന നടക്കുന്ന ഒരു സാധാരണ ദൈനംദിനമായി നടക്കുന്ന ഒരു സാധാരണ സംഭവമാണെങ്കിലും യിരെമ്യാവിന്റെ ജീവിത അനുഭവം ഈ സംഭവത്തിലെ അസാധാരണത്തെ കുറിച്ച് അവിടെ മനസ്സിലാക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഒന്നാമത്തെ കാര്യം, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്പർ 1, യിരെമ്യാവ് കാണുന്നത് ആരെയാണെന്നറിയാമോ? ഒരു വിദഗ്ധനായ കുശവനെയാ കാണുന്നത്. എങ്ങനെയുള്ള കുശവനാ? വിദഗ്ധനായ കുശവൻ, ഒരു സ്കിൽഡ് പോട്ടർ. പ്രത്യേകമായ ഏതെങ്കിലും കാര്യത്തിൽ വൈദഗ്ധ്യമുള്ളവരെയാണ് സ്കിൽഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അവർക്ക് ഈ സ്കില്ലുണ്ടെന്ന് നമ്മൾ പറയും. അവർക്ക് പ്രത്യേക സവിശേഷതയുണ്ട്. ആ പ്രത്യേക നിലവാരത്തിൽ അവർക്ക് ഒരു സ്കില്ലുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെയുള്ള ഈ കുശവനെ കുറിച്ച് പറയാനുള്ളത് അത് വെറുതെയുള്ള ഊഹാപോഹമോ അല്ലെങ്കിൽ വെറുതെ പേരിനു വേണ്ടി വിളിക്കുന്ന ഒരു കുശവനല്ല. തികച്ചും ആ കുശവൻ ഒരു വിദഗ്ധനായ കുശവനാ, ഒരു സ്കിൽഡ് പോട്ടറാണ് ആ കുശവൻ. കാരണം എന്താണെന്നറിയാമോ? തന്റെ ജോലിയില് വിദഗ്ധനായ ഈ കുശവന് വളരെ ശ്രദ്ധാലുവായിട്ട് അവിടെ ജോലി ചെയ്യുന്നത്. വളരെ ശ്രദ്ധാലുവാണ്. തന്റെ കണ്ണുകൾ എപ്പോഴും താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അശ്രദ്ധയോടെ വേറെ ഒരു കാര്യങ്ങൾ ഇടപെടുന്നില്ല. തന്റെ ചിന്താമണ്ഡലങ്ങളും തന്റെ കൈകളും തന്റെ പ്രവൃത്തികളും എല്ലാം താൻ ചെയ്യുന്ന പ്രവൃത്തിയില് ഏറ്റവും സജ്ജമായിട്ടിരിക്കുക. അതാണ് ഈ വിദഗ്ധനായ കുശവന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ ശ്രദ്ധയോടെയാണ് ആ കാര്യം ചെയ്യുന്നത്. വളരെ വളരെ ശ്രദ്ധയോടെ ആ കാര്യം ചെയ്യുന്നത്. എന്താണ് കുശവൻ ചെയ്യുന്നത്? കളിമണ്ണിനെ എടുക്കുന്നു, കളിമണ്ണിനെ രൂപപ്പെടുത്തുകയാ ചെയ്യുന്നത്. കുറച്ച് കളിമണ്ണ് എടുക്കുന്നു, അതിനെ രൂപപ്പെടുത്താൻ വേണ്ടി ആ കളിമണ്ണിനെ നല്ലതുപോലെ ചവിട്ടി കുഴയ്ക്കുന്നുണ്ട്. കാരണം ഈ എടുക്കുന്ന രീതിയിൽ ഈ കളിമണ്ണിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, മൺപാത്രം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നല്ലതുപോലെ ചവിട്ടി കുഴയ്ക്കുകയാ ചെയ്യുന്നത്. അതിനെ സോഫ്റ്റ് ആക്കണം, അതിനെ വളരെ മാർദ്ദവമുള്ളതാക്കണം. നാം എല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കുന്നവരല്ലേ? കിട്ടുന്ന ഉടനെ ആ മാവ് എടുത്ത് അങ്ങ് ചപ്പാത്തി പരത്തുകയാണോ? എത്ര നേരം? ഞാനൊക്കെ കുറേ നേരം ആ ആ മാവ് ഇട്ട് ശരിക്കും അതിനെ ഒന്ന് കുഴയ്ക്കാറുണ്ട്. നാം കുഴയ്ക്കും തോറും എന്താ സംഭവിക്കുന്ന ആന്റി? അത് സംഭവിക്കുന്ന എന്താ ചോദിച്ചാൽ അത് മാർദ്ദവമുള്ളതായി മാറുക. ഈ സ്കിൽഡ് പോട്ടറും ഈ വിദഗ്ധനായ കുശവനും എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ കളിമണ്ണിനെ എടുത്തിട്ട് അങ്ങ് ചവിട്ടി കുഴയ്ക്കുകയാ ചെയ്യുന്നത്. ചവിട്ടി കുഴച്ചതിന് ശേഷം ഉദ്ദേശിച്ച അവസ്ഥയിൽ ഈ കളിമണ്ണ് വന്നെന്ന് കാണുമ്പോൾ ഈ കുശവന്റെ കണ്ണിലെ തിളക്കം നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ! ഇത് വെറുതെ അല്ല ഇട്ട് ചവിട്ടി കുഴയ്ക്കുന്നത്. ചവിട്ടി കുഴയ്ക്കുമ്പോ ഒരുപക്ഷെ ഈ കുശവന്റെ കാലിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം
എടുക്കുന്ന കളിമണ്ണിനകത്ത് എന്തെങ്കിലുമൊക്കെ ഗ്ലാസ് പീസസ് കാണാൻ സാധ്യതയുണ്ട്, കല്ലിന്റെ കഷ്ണം കാണാൻ സാധ്യതയുണ്ട്, കുറെ ഓരോ വേസ്റ്റ് മെറ്റീരിയൽസ് കാണാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം എടുത്തങ്ങ് മാറ്റും. ദൈവ കുഞ്ഞുങ്ങളെ, നാം ദൈവത്തിന്റെ കരങ്ങളിൽ കളിമണ്ണായിട്ടിരിക്കുമ്പോ ഓർത്തോണം, നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്, നമ്മളെ നല്ലതാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ വേദനിച്ചേക്കാം, ബട്ട് നോ മോർ ക്വസ്റ്റ്യനിങ് ഗോഡ്. കർത്താവിനോട് ചോദിക്കാൻ ഒരവകാശമില്ല. അതിലേക്ക് ഞാൻ പിന്നീടുള്ള പോയിന്റിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. ഇതിനെ അങ്ങ് ചവിട്ടി ചവിട്ടി കുഴയ്ക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? കാട്ടൊലിവായി ഇരുന്നതിനെ നാട്ടൊലിവാക്കി മാറ്റണമെങ്കിൽ ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുത്താലേ പറ്റത്തുള്ളൂ, ഒന്ന് ചവിട്ടി രൂപാന്തരപ്പെടുത്തിയാലേ പറ്റത്തുള്ളൂ. വളരെ ഹാർഡായിട്ടിരിക്കുന്ന അവസ്ഥകളെ ഒന്ന് മാർദ്ദവമാക്കി മാറ്റണമെങ്കിൽ, ഒരു മാർദ്ദവമുള്ളതാക്കി മാറണമെങ്കിൽ, ക്രിസ്തുവിന്റെ കമ്പാഷൻ, ആ മനസ്സലിവിനാൽ നമ്മളൊന്ന് നിറയപ്പെടണമെങ്കിൽ, യജമാനനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ആ നല്ല രീതി നമ്മളെ ഒന്ന് കുഴയ്ക്കുവാൻ, മാർദ്ദവമുള്ളവരാക്കി മാറ്റുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആമേൻ. ഉദ്ദേശിച്ച അവസ്ഥയിൽ എത്തുന്നത് വരെ കുഴച്ചോണ്ടിരിക്കും, കളിമണ്ണിനെ കുഴയ്ക്കും. അതിന് ശേഷം എന്നാ? ഈ കുശവന്റെ പ്രവൃത്തിയിലൂടെ എന്താ നാം മനസ്സിലാക്കേണ്ടതെന്നറിയാമോ? സകലത്തെയും തനിക്കിഷ്ടമുള്ള രീതിയിൽ നിയന്ത്രിക്കുന്ന ദൈവം തമ്പുരാന്റെ ചിത്രമാണ് കർത്താവ് നമ്മളെ കാണിക്കുന്നത്. അവനാണ് സകല നിയന്ത്രണവും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല കാര്യങ്ങൾ, നമ്മുടെ ഹൃദയത്തിന്റെ ഇച്ഛയ്ക്കും വാഞ്ചയ്ക്കും അനുസരിച്ചല്ല കാര്യങ്ങൾ. എന്റെ ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ് സകല കാര്യങ്ങളും എന്നുള്ള ഒരു ബോധ്യം ദൈവമക്കളായ നമ്മളിൽ വ്യാപരിക്കേണ്ടതുണ്ട്. ആമേൻ. തന്റെ ഹിതപ്രകാരം അവൻ എല്ലാറ്റിനെയും രൂപപ്പെടുത്തുകയാ. അതിനുവേണ്ടി എന്റെ ദൈവം തമ്പുരാൻ ആരുടെയും പെർമിഷന്റെ ആവശ്യമില്ല. കാരണം എന്റെ ദൈവം സൃഷ്ടാവാണ്, നാം സൃഷ്ടിയാണ്. ആ സൃഷ്ടിയുടെ മേൽ ഈ സൃഷ്ടാവിന് ഒരു അധികാരമുണ്ട്. അതുകൊണ്ട് ആരുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല. ഈ കളിമണ്ണിനെ കുഴച്ച് പാകപ്പെടുത്തുകയാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇങ്ങനെ പാകപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ദൈവകുഞ്ഞുങ്ങളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രൂപാന്തരപ്പെടുത്തൽ നടത്തുമ്പോൾ ഉണ്ടല്ലോ, ഈ കുഴയ്ക്കൽ നടത്തുമ്പോൾ ഈ രൂപപ്പെടുത്തുന്ന ഏതൊന്നിന്റെ മേലും ദൈവദൃഷ്ടി എല്ലായ്പ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലുണ്ട്. അവനൊരു പ്രവൃത്തി ചെയ്ത് അവന്റെ ദൃഷ്ടി വേറെ ഒരിടത്തല്ല, നിന്റെ മേലാ, ദൈവ കുഞ്ഞിന്റെ മേലാ. കഷ്ടങ്ങൾ വന്നാലും അനർത്ഥങ്ങൾ വന്നാലും ഭാരങ്ങളും വേദനകളും വന്നാലും ആ ദൃഷ്ടി, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ശരണം എന്ന് പറയുന്നത് യഹോവയുടെ ദൃഷ്ടി നമ്മുടെ മേലുണ്ടെന്നുള്ളതാ. ആമേൻ. നമ്മുടെ വിദഗ്ധനായ കുശവന, സ്കിൽഡ് പോട്ടറാ. അദ്ദേഹത്തിന് ഒരു തെറ്റ് സംഭവിക്കത്തില്ല കേട്ടോ. കുഴയ്ക്കുമ്പം വിചാരിക്കരുത് എന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയത്തില്ലെന്ന്. നോ. കാരണം കുഴയ്ക്കുന്നത് നിന്റെ ഉടമസ്ഥനാ, ഈ ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശമുള്ളവനാ കുഴയ്ക്കുന്നത്, ചവിട്ടി കുഴയ്ക്കുന്നത്. കാരണം ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന നിലയിൽ വരണമെന്നുള്ള ഒരു ഉദ്ദേശം ഈ ഉടമസ്ഥൻ ഉള്ളത് കൊണ്ട് ആ ഉദ്ദേശത്തിൽ എത്തുമ്പോൾ ആ ഉടമസ്ഥന്റെ കണ്ണുകളിൽ ആ തിളക്കം ഉണ്ടാകുന്നത് കാണുവാൻ കഴിയും. എ സ്കിൽഡ് പോട്ടർ, വിദഗ്ധനായ ഒരു കുശവൻ. നമ്പർ 2, രണ്ടാമത്തെ കാര്യം എന്നാ മനസ്സിലാക്കേണ്ടെന്നറിയാമോ? രൂപഭംഗിയില്ലാത്ത കളിമണ്ണ്. രൂപഭംഗിയില്ലാത്തതായി കളിമണ്ണ്. ഞാനൊക്കെയാണ് ഇപ്പോഴും കൊച്ചിനെ, അവൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പുറത്തോട്ട് ഇറങ്ങുന്നത്. നമ്മളൊക്കെ കൊച്ചിലെ വളർന്നു വന്നത് മണ്ണി കളിച്ചും എല്ലാം ആണല്ലോ. കാലേ മണ്ണായും ചിലപ്പോ ചെരുപ്പിടാതെ നടക്കും. ഇപ്പൊ ബെഡേ കയറുമ്പോ മാത്രം ആ കാലേന്ന്
ചെരുപ്പൂരുന്നത്. നമ്മുടെ സിസ്റ്റം എല്ലാം അങ്ങനെയായി പോയി. ഇപ്പോഴായാലും കുഞ്ഞ് പുറത്ത് കിടന്ന്, പുറമെല്ലാം ക്യാമ്പസൊക്കെ ടൈലിട്ടേക്കോ, അവിടെ മണ്ണും പൊടിയൊന്നും ഇല്ല. എന്നാൽ ഈ അമ്മമാരുടെ സൂക്കേടല്ലേ, മക്കളെ ചെരുപ്പിട്ട് കാലേ ചെളിയായി ബെഡ്ഷീറ്റെ കൊണ്ട് തേച്ചു വെക്കും. നമ്മൾ അങ്ങ് കിടന്ന് ബഹളവാ. എന്താ? കളിമണ്ണ്. മണ്ണ് ആരും ഇഷ്ടപ്പെടുന്നില്ല, മണ്ണ് ഇഷ്ടപ്പെടുന്നില്ല, നമുക്ക് ഇഷ്ടമല്ല. കാലേ മണ്ണാകുന്ന, ദേഹത്ത് മണ്ണാകുന്ന ഇത് മണ്ണാകാനുള്ളതാന്നുള്ള ചിന്തയൊന്നും നമുക്കില്ല. ഇതിനെ അങ്ങ് ഓടി പിടിപ്പിക്കുക, പൊടിയാകാതെ പ്രശ്നം വരാതെ സൂക്ഷിക്കുക. ഇത് പൊടിയാന്നുള്ള ചിന്തയുണ്ട്, ഇത്രയും വലിയ ആവലാതി നമ്മൾ കാണിക്കത്തില്ല. ഞാനടക്കമാ പറയുന്നത്. സോ ഈ കളിമണ്ണെന്ന് പറയുന്നത് രൂപഭംഗി ഇല്ലാത്തതാ, പ്രത്യേകിച്ച് ഒരു ഷെയ്പ്പും ഇല്ല. അതിനെ പക്ഷേ ഷെയ്പ്പ് ആക്കും ആര്? ഈ വിദഗ്ധനായ കുശവൻ. ആമേൻ. ഇതിനൊരു രൂപഭംഗി ഇല്ലാത്ത കുശവന്റെ ശാലയിലെ കളിമണ്ണ് സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ എന്താണ്? വലിയ പ്രത്യേകതകളൊന്നുമില്ല. ശ്രദ്ധിച്ചോണേ. സാധാരണക്കാരുടെ ദൃഷ്ടിയില് ഈ കളിമണ്ണിന് ഒരു പ്രത്യേകതകളും ഇല്ല. ഇതിന്റെ ഗുണമേന്മ സാധാരണക്കാര് നോക്കിയാല് മനസ്സിലാക്കത്തില്ല. എന്നാൽ ഈ കുശവൻ കളിമണ്ണിലോട്ട് നോക്കും. ഈ കുശവൻ കളിമണ്ണി നോക്കുമ്പോ ഇതിന് രൂപഭംഗി മറ്റുള്ളവർക്ക് ഇല്ലെങ്കിലും ഈ യജമാനൻ ചില ഭംഗി അതിനകത്ത് അങ്ങ് കാണും. ഇതിന്റെ മേന്മ കാണും. ഇത് നല്ല ടൈപ്പ് മണ്ണാന്നുള്ളത് മനസ്സിലാക്കും. വളക്കൂറുള്ള മണ്ണാണോന്നും മനസ്സിലാക്കുമായിരിക്കാം ഒരു പക്ഷേ. ഇതിന്റെ സാധ്യതകളെ നമ്മുടെ യജമാനൻ കാണും. എന്നാൽ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇതിന്റെ ഗുണമേന്മ മനസ്സിലാകത്തില്ല. എപ്പോഴും നാം സ്വന്തം കഴിവുകേടുകളും അതുപോലെ തന്നെ പോരായ്മകളും ഒക്കെ ചിന്തിച്ച് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, എനിക്ക് പാടാനും അറിയത്തില്ല, പ്രസംഗിക്കാനും അറിയത്തില്ല, മര്യാദയ്ക്കൊന്ന് പ്രാർത്ഥിക്കാനും അറിയത്തില്ല, രണ്ടുപേരുടെ മുമ്പിൽ നിൽക്കാൻ പോലും എനിക്ക് കഴിയത്തില്ലെന്നും പറഞ്ഞ് പരാതിയും പരിവട്ടവുമായിട്ടാണ് നാം പലപ്പോഴും കാര്യങ്ങൾ കണ്ട് നാം നിരാശപ്പെട്ടു പോകാറുണ്ട്. എല്ലാവരും പോരായ്മകളാണ് പ്രിയരെ കാണുന്നത്. എല്ലാവരും പോരായ്മകളും കുറവുകളും കാണുമ്പോൾ നമ്മുടെ യജമാനനായ വിദഗ്ധനായ കുശവൻ നിന്റെ പോരായ്മയല്ല കാണുന്നത്, നിന്നിലുള്ള സാധ്യതയെ കാണുന്നത്. ആമേൻ. മറ്റുള്ളവർ നിന്നിലുള്ള സാധ്യതയെ കാണത്തില്ല, നിന്റെ യജമാനൻ നിന്നിലുള്ള സാധ്യതകളെ കാണുന്നു. അസാധ്യതകളെ അല്ല, സാധ്യതകളെ കാണുന്നു. നമ്മൾ അസാധ്യതകളെ നോക്കി നിരാശപ്പെടുന്നവരായി മാറരുത്. നാം വിചാരിക്കേണ്ടത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന്റെ കൃപ എന്റെ മേൽ വ്യാപരിക്കുമ്പോൾ എന്റെ ബലഹീനതകളിൽ അത് ശക്തിയായി മാറുന്നു. ദൈവത്തിന്റെ അഭിഷേകം എന്റെ മേലും നിന്റെ മേലും ഉള്ളപ്പോൾ അത് നമ്മുടെ ബലഹീനതകളെ മാറ്റി, നമ്മുടെ പോരായ്മകളെ മാറ്റി ക്രിസ്തുവിൽ നിഷ്കളങ്കരായി നിർത്തുവാൻ ശക്തി ഉള്ളതാണെന്ന് നാം മനസ്സിലാക്കുവാൻ തയ്യാറാകണം. ഇവിടെ നോക്കിയേ, രണ്ട് പ്രധാന കാര്യങ്ങൾ ഈ രൂപഭംഗിയില്ലാത്ത കളിമണ്ണിനെ കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. എന്താണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന്? ഒന്ന്, ഈ കളിമണ്ണിന്മേൽ കുശവനുള്ള അധികാരം. റോമാലേഖനം 9:21 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവന് അതിന്റെ മേൽ അധികാരമില്ലയോ? സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വായിപ്പിക്കാത്തത്. അവന് അതിന്റെ മേൽ അധികാരമില്ല. അവന് അതിന്റെ മേൽ അധികാരമില്ലയോ ചോദിച്ചാൽ എന്താണ്? അവന് കളിമണ്ണിന്മേൽ അധികാരം തീർച്ചയായിട്ടുമുണ്ട്. മനസ്സിലാക്കണം, കുശവനാണ് സർവാധികാരി. തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും കുശവൻ ചെയ്യുന്നു. നീഡ് നോട്ട് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം എനിവൺ. എത്ര തീവ്രമായ അനുഭവങ്ങളിൽ കൂടെ പോയാലും കളിമണ്ണ് ഈ വിദഗ്ധനായ കുശവന്റെ കൈ ഭദ്രമാ. ഹല്ലേലൂയ. കഷ്ടതയിലൂടെ പോകുന്ന സഹോദരിമാരോട് ദൈവത്തിന്റെ ആത്മാവിന് വിളിച്ചു പറയുവാനുള്ളത്, എത്ര തീവ്രമായ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയാലും, ഹൃദയ തകർച്ച വന്നാലും, അനർത്ഥങ്ങൾ മുൻപിൽ കണ്ടാലും, നഷ്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചാലും വിചാരിച്ചോണം, നിങ്ങളെ യജമാനന്റെ കയ്യിൽ ഭദ്രമാ. കർത്താവിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി ഉള്ളതുകൊണ്ടാണെന്ന്. ആമേൻ. നമ്മുടെ വേദനകളെ പദ്ധതികളാക്കി മാറ്റുവാൻ ശക്തിയുള്ള ദൈവമാണ്. ഈ കളിമണ്ണിന്റെ ഒരു പ്രത്യേകതയാ, കുശവന് അതിന്മേൽ അധികാരമുണ്ട്. വാട്ട്സോഎവർ ഹാപ്പൻസ്, എന്ത് നടന്നെന്ന് വെച്ചാലും
വിചാരിച്ചോണം, ഞാൻ എൻ്റെ യജമാനന്റെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കുക, ഞാൻ എൻ്റെ യജമാനന്റെ കയ്യിൽ സുരക്ഷിതമാ. ചുമ്മാതെ അല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. എൻ്റെ കയ്യിലുള്ള വര എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാ. ഈ വര മാറ്റാൻ ഞാൻ ഇല്ലാതായാലേ ഈ വര മാറുള്ളൂ എന്നെനിക്ക് നിശ്ചയമുണ്ട്. കാരണം ഇതുപോലെ ഉറപ്പാണ് എൻ്റെ യജമാനന്റെ കരങ്ങളിൽ ഞാൻ ഭദ്രമാണെന്നുള്ളത്. കളിമണ്ണിന്മേൽ ഈ യജമാനൻ അധികാരമുണ്ട്. എത്ര തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും, എത്ര വേദനാജനകമായ അനുഭവങ്ങളിലൂടെ പോയാലും, ഏത് നഷ്ടലാഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും, എത്ര പൈശാചിക പോരുകൾ ജീവിതത്തിൽ അടിച്ചാലും, ഒരു കാര്യം ഉറപ്പാക്കിക്കോണം, കുശവന് ഈ കളിമണ്ണിന്മേൽ കുശവനാണ് പരമാധികാരി. നമ്പർ 2, കുശവന്റെ കളിമണ്ണ് അവന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുന്നു. ആമേൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചോദ്യശരങ്ങളായി നാം അകലം വിട്ടു മാറി നിൽക്കുമ്പോൾ ദൈവാത്മാവിന് പറയാനുള്ളത്, നിന്നെ ദൈവഹിത പ്രകാരം കർത്താവിന് പണിയണമെങ്കിൽ, ആ ദൈവിക പദ്ധതിയുടെ സാക്ഷാത്കാരത്തിലേക്ക് നമ്മുടെ ജീവിതം എത്തപ്പെടണമെങ്കിൽ ഒരു പൂർണ്ണ വിധേയത്വം ആവശ്യമാണ്. ഈ കളിമണ്ണിനെ എടുത്ത് രൂപപ്പെടുത്തുമ്പോ കളിമണ്ണ് ഒന്നും പറയത്തില്ല. വേദനിക്കുമായിരിക്കും, തകരുമായിരിക്കും, കഷ്ടപ്പാടുണ്ട്, നീറ്റലുകളുണ്ട്, കണ്ണുനീരുണ്ട്, ഒറ്റപ്പെടലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഒന്നും തിരിച്ചു പറയത്തില്ല, വിധേയപ്പെട്ടു കൊടുക്കുക. കാരണം ഒരു ഉറപ്പുണ്ട്, ഞാൻ ഭദ്രമാ. ഐ ആം സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പോട്ടർ. ഞാൻ ഭദ്രമാണ്, അവന്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതയാണ്. ഹല്ലേലൂയ. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വിധേയപ്പെടല് നാം ദൈവസന്നിധിയിൽ ചെയ്തു കൊടുക്കണം. ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. യിരെമ്യാവ് ചെന്നപ്പോൾ കണ്ട ഒന്നാമത്തെ കാര്യം, വിദഗ്ധനായ ഒരു കുശവൻ, താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുന്ന ഒരു കുശവൻ, ഒരു അശ്രദ്ധയും ഒരു തെറ്റും സംഭവിക്കാത്ത ഒരു വിദഗ്ധനായ സ്കിൽഡ് പോട്ടർ. രണ്ടാമത് ഞാൻ പറഞ്ഞു, രൂപഭംഗിയില്ലാത്ത കളിമണ്ണ്, പക്ഷെ അതിന് 2 വിശേഷതകളുണ്ട് കേട്ടോ. ആ കളിമണ്ണിന്മേൽ കുശവനാണ് പരമാധികാരി. രണ്ടാമതായിട്ടത്, കുശവന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുന്ന ഒരു കളിമണ്ണാത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായിട്ടുള്ളത്, അവിടെ യിരെമ്യാവ് കാണുന്നത് രൂപപ്പെടുത്തുന്ന ഒരു ചക്രം. 18:3 നമ്മൾ വായിക്കുക. എന്താണ് യിരെമ്യാവ് കാണുന്നത്? അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചക്രത്തിന്മേൽ വേല ചെയ്യുന്ന കുശവനെയാണ് യിരെമ്യാവ് കാണുന്നത്. ഈ ചക്രത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് രൂപപ്പെടുത്തുന്ന ചക്രമാ, വെറുതെയുള്ള ചക്രമല്ല. ആ ചക്രത്തിൽ ഒന്ന് കയറി ഇറങ്ങിയാൽ ഒരു രൂപാന്തരം സംഭവിക്കും. ആ ചക്രത്തിൽ ഒന്ന് വിധേയപ്പെട്ടു കൊടുത്താൽ രൂപാന്തരം, അത്ഭുതങ്ങൾ, ദൈവീക പദ്ധതികൾ നടക്കും. കളിമണ്ണിനെ രൂപാന്തരപ്പെടുത്തുന്നതിൽ ശില്പിയായ കുശവനോടൊപ്പം ഈ ചക്രവും പ്രധാന ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. മാറി വരുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന ചക്രങ്ങള്. നാം ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങൾ, അപ്രതീക്ഷിതമായ സംഭവങ്ങൾ, അങ്ങനെ നാം ആഗ്രഹിക്കാത്തതെല്ലാം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന ചക്രങ്ങളാണെന്ന് നാം മനസ്സിലാകണം. ചക്രങ്ങളിലൂടെ കയറി ഇറങ്ങുമ്പോഴുണ്ടല്ലോ, വേദനിക്കും, സ്വാഭാവികമായി വേദന ഉണ്ടാകും, നല്ല വേദന ഉണ്ടാകും. പക്ഷേ വിചാരിച്ചോണം, കുശവന്റെ നിയന്ത്രണത്തിലാണെന്നുള്ള ബോധമുണ്ടായാൽ പ്രതിസന്ധികളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പദ്ധതികളാക്കി മാറ്റും. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ കുശവന്റെ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യ ബോധം നമ്മളെ ഭരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം പദ്ധതികളായി മാറുവാൻ ദൈവം കാരണമാക്കും.
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നതല്ല ദൈവീക കരുതൽ, ദൈവീക നിയന്ത്രണത്തിലൂടെയാണെന്ന് കടന്നു പോകുന്നത് എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കഷ്ടങ്ങള്, നാം അനുഭവിക്കുന്ന വേദനകള്, ഇതെല്ലാം കരുത്താർജിക്കുവാനുള്ള ഒരു മുഖാന്തരമായിട്ട് നാം കാണണമെന്ന് ദൈവാത്മാവ് ഇന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുക. നമുക്ക് എന്ത് ഭവിക്കുന്നു എന്നുള്ളതല്ല, നാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. How do you respond to the things that is happening in our life? നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു, നാം എന്ത് അനുഭവിക്കുന്നു എന്നുള്ളതല്ല വിഷയം. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിലും ഒളിച്ചിരിക്കുന്ന നന്മയെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. കാറ്റിനെയും തിരമാലകളെയും പലപ്പോഴും നാം ഭയപ്പെടുന്നവരാ. എന്നാൽ നാം ഭയപ്പെടുന്ന കാറ്റിനെ നന്മയിലേക്ക് നടത്താൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഇസ്രായേൽ ജനത്തിന്റെ മുൻപില് കിഴക്കൻ കാറ്റ് അടുപ്പിച്ചത് അവരെ തകർക്കുവാനല്ല, ചെങ്കടലിൽ കൂടി പാതയൊരുക്കി അവരെ അക്കരെ എത്തിക്കുവാനായിരുന്നു. നോഹയുടെ പെട്ടകത്തിനെതിരെ കാറ്റടിപ്പിച്ചത് അത് തകർക്കുവാനല്ലായിരുന്നു, അരാരാത്ത് പർവ്വതത്തിൽ അതിനെ ഉറപ്പിക്കുവാനായിരുന്നു. ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ മറ്റൊരു കാറ്റ് അടുപ്പിച്ചപ്പോഴാണ് അവരുടെ വയറ് നിറയ്ക്കുവാനുള്ള കാടകളെത്തിയത്. നിശ്ചയമായും ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകളെല്ലാം അനുഗ്രഹത്തിലേക്കുള്ള വാതായനങ്ങളാണ്. ഓർക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഈ വേദഭാഗത്തോട് ഒപ്പം തന്നെ ഞാൻ വിതിൻ 5 or 10 minutes ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേദഭാഗം ദൈവാത്മാവ് വ്യക്തമായി എന്നോട് ഇടപെട്ടതാണ്. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം അതിന്റെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളുണ്ട്. അതിൽ യെശയ്യാവ് 28-ന്റെ ഒരു വാക്യം മാത്രം ഞാനൊന്ന് പറയട്ടെ. അവിടെ ആ 28-ാം വാക്യത്തിൽ ഇങ്ങനെയാ: മെതിക്കയിൽ ധാന്യം ചതച്ച് കളയാറുണ്ടോ? അവൻ അതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിയിക്കുകയും ചെയ്യുകയില്ലല്ലോ. അവൻ അതിനെ ചതച്ച് കളയുകയില്ല. നിങ്ങളൊന്ന് വിചാരിക്കണം, ധാന്യം എന്ന് പറയുന്ന ഗ്രെയിൻ എത്ര ചെറിയതായ ഒന്ന്. ദൈവാത്മാവ് നമ്മളോട് ചോദിക്കുക, മെതിക്കയിൽ ധാന്യം ചതച്ച് കളയാറുണ്ടോ? ഇല്ല. കാരണം കുതിരയുടെ കാല് കയറാതെ, ആ ചക്രത്തിന്റെ വീല് കയറാതെ വണ്ണം, ചക്രം അതിന്മേൽ കയറി ചതഞ്ഞു പോകാതെ വണ്ണം യജമാനന്റെ കണ്ണ് എപ്പോഴും ഉണ്ട്. എന്തുകൊണ്ടാ ഇതിനെ ചതച്ച് കളയാത്തത്? ഞാൻ ഇങ്ങനെ ഇത് ചിന്തിച്ചപ്പോൾ എനിക്ക് ഞങ്ങളുടെ കർത്താവിന്റെ ദാസനിലൂടെ അതിന്റെ ഒരു ആൻസർ കിട്ടിയത് ഇങ്ങനെയാ: ഓരോ ധാന്യത്തിനും മൂല്യമുണ്ട്. എന്തുകൊണ്ടാ ഇത് ചതഞ്ഞു പോകാത്തെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം 28-ന്റെ 2 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ മെതിയിൽ ഈ യജമാനൻ മെതിക്കുമ്പോൾ ദൈവ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് ഒരിക്കലും ഒരു ധാന്യവും നിഷ്ഫലമായി പോകത്തില്ല. ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് ഒരു ധാന്യവും അവിടെ ചതഞ്ഞു പോകത്തില്ല. കാരണം വെറുമൊരു കുഞ്ഞു ധാന്യമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ, പക്ഷെ യജമാനന് അത് വളരെ വിലയേറിയത്. രണ്ടാമതായി, എന്തുകൊണ്ടാണ് ഈ ധാന്യം ചതഞ്ഞു പോകാത്തത്? വ്യക്തമായുള്ള വാക്യം അവിടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം. 28-ന്റെ 21 യജമാനൻ പറയുകയാ, ഇതാ ഞാനൊരു പ്രവൃത്തി, അതിശയ പ്രവൃത്തി, ഞാനൊരു ക്രിയ, അപൂർവ ക്രിയ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവാ. ഈ ധാന്യത്തിന് വേണ്ടി ഒരു അപൂർവ ക്രിയ കർത്താവ് കരുതിയിട്ടുണ്ട്. ഈ ധാന്യത്തിന് വേണ്ടി ഒരു പ്രവൃത്തി, ഒരു അതിശയ പ്രവൃത്തി കർത്താവിന്റെ പ്ലാനിൽ ഉള്ളപ്പോൾ അതിനെ ചതച്ചു കളയുവാൻ, അതിനെ നിഷ്ഫലമാക്കി കളയുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ! ഇത്
നിഷ്ഫലമായി പോകത്തില്ല, അത് ചതഞ്ഞു പോകത്തില്ല. കാരണം നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഒരു പ്രവൃത്തി, അത് വെറും പ്രവൃത്തിയല്ല, ആശ്ചര്യ പ്രവൃത്തി, ഒരു ക്രിയ, അത് വെറും ക്രിയയല്ല, അപൂർവ ക്രിയ, ലോകത്തിൽ നടന്നിട്ടില്ലാത്ത, നിയമങ്ങളെ മാറ്റി എഴുതുന്ന, ലോകത്തിലെ സയൻസ് കണ്ടിട്ടില്ലാത്ത അപൂർവങ്ങളിൽ അപൂർവമായ ചില പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ധാന്യം മെതിക്കയിൽ ചതഞ്ഞു പോകുവാൻ യജമാനൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇത് ചതഞ്ഞു പോകാത്തത്? അതിന്റെ 29-ാം വാക്യത്തിൽ പറയുന്നു, നാം സേവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാണ്. ഈ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞുണ്ടായി, അവൾക്കിട്ട പേര് മിറാക്കുലിൻ എന്ന്. ഞാൻ ആദ്യമായിട്ടാ, മിറക്കിൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, മിറക്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ മിറാക്കുലിൻ എന്ന് അവരിട്ടതുള്ളൂ. അതിശയം എന്താണെന്നറിയാമോ? നാം സേവിക്കുന്ന ദൈവത്തിന്റെ പേര് അതിശയം എന്നാണ്, അത്ഭുതവാൻ എന്നാണ്. നാം സേവിക്കുന്ന കർത്താവ് അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ധാന്യം മെതിക്കയിൽ നശിച്ചു പോകുവാൻ, അത് ചതഞ്ഞു പോകുവാൻ, നിഷ്ഫലമായി പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, എനിക്ക് ഇന്നൊരു കാര്യം വിളിച്ചു പറയണം. ഈ വചനം കേൾക്കുന്ന ചിലരോട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചില ക്രിയയ്ക്ക് വേണ്ടി, അപൂർവ ക്രിയയ്ക്ക് വേണ്ടി, ചില പ്രവൃത്തിക്ക് വേണ്ടി, അതിശയ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ട്. ആയതിനാൽ തന്നെ ഇന്ന് ഞാൻ ഈ വചനം ദൈവജനത്തോട് വിളിച്ചു പറയുന്നത്. മെതിക്ക് ധാന്യം ചതഞ്ഞു പോകത്തില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട്, സകല വാതിലുകളും അടഞ്ഞു പോയത് കണ്ടുകൊണ്ട്, സകല സാധ്യതകളും അടഞ്ഞു പോയത് കണ്ടുകൊണ്ട് നിങ്ങളുടെ യജമാനനെ നിങ്ങൾ സംശയിക്കരുത്, വാഗ്ദത്തങ്ങളെ സംശയിക്കരുത്. മുറുകെ പിടിക്കുക, മുറുകെ പിടിക്കുക, ഏറ്റുപറയുക, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു പ്രവൃത്തി, ഒരു അതിശയ പ്രവൃത്തി, ഒരു ക്രിയ, ഒരു അപൂർവ ക്രിയ ഇന്ന് ചെയ്യും എന്ന് എത്ര പേർക്ക് പറയുവാനായി കഴിയും? ഓർക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും 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 നന്മയ്ക്കായി കൂടിയാവനിക്കും. ആമേൻ. ഒരിക്കലും ഭാരപ്പെടരുത്. കുശവൻ, നമ്മുടെ കുശവൻ വിദഗ്ധനായ കുശവനാണ്. ആ രൂപഭംഗിയില്ലാത്ത കളിമണ്ണെന്ന് ലോകം മുഴുവൻ നിങ്ങളെ കുറിച്ച് മുദ്രയിട്ടാലും ഓർത്തോണം, ദൈവസന്നിധിയിൽ ഒന്ന് വിധേയപ്പെട്ടു കൊടുത്താൽ മതി. ചീത്തയായി പോയതിനെ നല്ല പാത്രമാക്കി മാറ്റുന്ന വിദഗ്ധനായ കുശവന്റെ കരങ്ങളിലാണ് നിങ്ങളായിരിക്കുന്നത്. ഒരു ദോഷവും വരുവാൻ കർത്താവ് സമ്മതിക്കില്ല. മെതിക്കയിൽ ധാന്യം ചതഞ്ഞു പോകത്തില്ല. രൂപപ്പെടുത്തുന്ന ചക്രങ്ങൾ, അത് കഷ്ടങ്ങളായിരിക്കാം, വേദനകളായിരിക്കാം, വേർപാടുകളായിരിക്കാം, അനർത്ഥത്തിന്റെ ഭാഷയായിരിക്കാം. ചോദ്യം ചെയ്യാതെ കർത്താവിന്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അതെല്ലാം നമ്മളെ രൂപപ്പെടുത്തുന്ന ദൈവീക പദ്ധതികളുടെ വാതായനങ്ങളാണെന്ന് മനസ്സിലാക്കുവാൻ തയ്യാറാകുമോ? മെതിക്കയിൽ ധാന്യം ചതച്ചു കളയാറുണ്ടോ? ദൈവാത്മാവ് ചോദിക്കുക. ഓരോ ധാന്യങ്ങളാ കർത്താവിന്റെ മുമ്പിൽ നമ്മള്. ലോകത്തിന്റെ മുമ്പിൽ വലിയ ആൾക്കാരൊന്നും അല്ല, പക്ഷെ ഓരോ ധാന്യത്തിനും ഈ യജമാനൻ വലിയ ഒരു ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്, വലിയൊരു മൂല്യം കൊടുത്തിട്ടുണ്ട്. സോ ടേക്ക് കെയർ ഓഫ് ദാറ്റ്, ബിലീവ് ഇൻ ഹിം. ദൈവം ഒരു പ്രവൃത്തി, അതിശയ പ്രവൃത്തി ചെയ്യാൻ പോവാ. ദൈവം ഒരു ക്രിയ, അപൂർവ ക്രിയ ചെയ്യാൻ പോവാ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വേദനകള്, ഒത്തിരി വേദന പ്രയാസവും കൂടുതലുള്ളവർ വിചാരിച്ചോണം കർത്താവിന്റെ പദ്ധതി അതുപോലെ വലുതാ നമ്മുടെ ജീവിതത്തിൽ എന്ന്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്കെതിരായി എല്ലാരേക്കാളും പോരാട്ടം ഉണ്ടെങ്കിൽ വിചാരിച്ചോണം കർത്താവ് വലിയൊരു നന്മ അവരെ കുറിച്ച് കണ്ടിട്ടുണ്ടെന്നുള്ളത്. പ്രാർത്ഥനയിൽ പോരാടാം, വിശ്വാസത്തിൽ മുന്നേറാം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, വാഗ്ദത്തങ്ങൾ ഉരുവിടാം, വചനങ്ങൾ ഏറ്റുപറയാം, കർത്താവിന്റെ പാദത്തോട് ചേർന്നിരിക്കാം, നല്ലത് തിരഞ്ഞെടുക്കാം, ഏറ്റുപറയാം. നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി ആദരിക്കുന്നു. ആ സത്യം മനസ്സിലാക്കുവാൻ യിരെമ്യാവിനെ വിദഗ്ധരായ ഒരു കുശവന്റെ വീട്ടിലേക്കാ വിട്ടത്. അതിലെ ആത്മീയ സത്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചു.
ദൈവം മുമ്പാകെ നമുക്ക് ഏറ്റെടുക്കാം. ദൈവം മുമ്പാകെ നമ്മളെ സമർപ്പിക്കാം. തന്ന നല്ല അവസരത്തിന് നന്ദി. എനിക്ക് പെട്ടെന്ന് തന്നെ ചാപ്പലിലേക്ക് കയറേണ്ടതുണ്ട്. അവിടെ അരമണിക്കൂർ ഞാൻ ലേറ്റ് ആയി കയറാൻ. ഞാൻ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അവരോട് എക്സ്ക്യൂസ് പറഞ്ഞ് കയറിയിരിക്കുവാണ്. തന്ന അവസരത്തിന് വളരെ നന്ദി. ഞാൻ ലീവ്